നോമ്പ് തുറക്കാൻ അരിപ്പൊടി ഉപയോഗിച്ച് ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ആദ്യമായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അളവ് പറയുകയാണെങ്കിൽ ഏകദേശം 250 ഗ്രാം കാണും. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇനി ഈ ഒരു സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ സവാളയുടെ ഒക്കെ കളറൊക്കെ നന്നായി മാറി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. ഇപ്പോൾ ഇതാ മസാലയുടെ ഒക്കെ പച്ചമണം നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 250 ഗ്രാം ചിക്കനാണ് ഉള്ളത്. അത് വേവിച്ചതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയുടെ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തത്. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് കൈ ഉപയോഗിച്ച് ഉടച്ചെടുത്തിരിക്കുന്നതാണിത്. അതും കൂടെ ഉള്ളിയുടെ മസാലയ്ക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ആദ്യം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിക്കനിൽ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ നോക്കിയിട്ട് മാത്രം നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഉള്ളിയുടെ മസാലയിലേക്കും ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല പോലെ ഇറങ്ങി വരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ ദാ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി വലുതൊക്കെ ആണെങ്കിൽ 6-7 എണ്ണം മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്ത് വരാം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ആ ഒരു മിക്സ് നേരത്തെ അരിപ്പൊടിയും ഉപ്പും ഇട്ടതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഈ ഒരു തേങ്ങയുടെ കൂട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുഴച്ചെടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം അതുപോലെ തന്നെ കുറച്ചായി മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് വെള്ളവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴഞ്ഞ കൂട്ടാകുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഡയറക്റ്റ് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാവേണ്ടത്. ഇതിൻ്റെ ചൂട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിനാകുമ്പോൾ കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ച് നീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ പാകം കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് മനസ്സിലാകുക. ഇത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 2 മിനിറ്റോളം ഞാനിവിടെ നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം.
ഇനി ഇതിൽ നിന്നും ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരളവിൽ ഏകദേശം 12ഓളം ഉരുളകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ ഞാൻ കുറച്ച് എണ്ണയാക്കിയിട്ടുണ്ട്. അതിനുശേഷം അരികുകൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സാധാരണ കുഴക്കട്ടക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഫില്ലിങ് പാകത്തിന് മാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അരികുകളൊക്കെ പിടിച്ച് നന്നായിട്ട് സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് ഉന്നത്തിൻ്റെ ഷേപ്പിലാണ്. അത് ചെയ്തെടുക്കുന്നത് ഇത് കൈയിൻ്റെ ആ ഒരു കൈവെള്ളയുടെ അരികിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടാണ്. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നല്ല ആ ഒരു ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഞാനിവിടെ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ എണ്ണ തടവിയതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് അകത്തി വെച്ച് കൊടുത്തോളൂ, അടുപ്പിച്ചടുപ്പിച്ച് വെക്കണ്ട. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളമൊഴിച്ച് നേരത്തെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 15 മിനിറ്റ് ആകുമ്പോഴേക്കും തുറന്ന് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് സമയത്തിൽ ചെറിയ വേരിയേഷനൊക്കെ വരും. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മസാലയിൽ കോട്ട് ചെയ്തിട്ടും കൂടെ എടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒട്ടും എരിവില്ലാത്ത മുളക് പൊടി. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചായി ചേർത്ത് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇത് ഒരുപാട് കട്ടിക്കല്ല വേണ്ടത്. ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിനുള്ള ആ ഒരു രീതിക്ക് വേണം ഈ ഒരു കൂട്ടുണ്ടാവാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ചൂടൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ചൂട് നല്ലപോലെ മാറി വന്നതിന് ശേഷം മാത്രം ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇളക്കിയാൽ മതി. ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മസാലയിൽ കോട്ട് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് മുളക് പൊടിയുടെ മിക്സിൽ നല്ലപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു രീതിക്ക് ഒന്ന് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതും ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു കോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറി വന്നാൽ മാത്രം മതി. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്താൽ മാത്രം മതി. ഒരുപാട് നേരം ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡായി പോകും. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്യണ്ട. അപ്പോൾ എന്ന് വെച്ചാൽ അത് പുറമേ നല്ല ഹാർഡായി പോകും. അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ഒരു മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കൽമാസാണ്. ഇത് കണ്ണൂരിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സ്പൈസി ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ആ ഒരു പുറമേത്തെ കവറിങ്ങും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നത്. ഉള്ളിലത്തെ ഫില്ലിങ്ങും അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.